അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖാൻ എന്ന പ്രദേശത്ത് മസ്ജിദ് ഷെയ്ഖാൻ അല്ലെങ്കിൽ ഉത്തുമ ഷെയ്ഖാൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് നിങ്ങൾ ഇടത്തെ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് യുദ്ധം നടക്കുന്ന അതിൻ്റെ തലേ ദിവസം അഥവാ വെള്ളിയാഴ്ചയാണ് അവർ 1000 വരുന്ന സഹാബാക്കളും റസൂലുള്ളാഹി തങ്ങളും മദീനയിൽ നിന്നും ഈ ഉഹുദിലേക്ക് പുറപ്പെടുന്നത്. ശനിയാഴ്ചയാണ് ഉഹുദ് യുദ്ധം പുറപ്പെടുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം വന്ന് അസ്ര നമസ്കാരാനന്തരം പിന്നീട് മഗ്രിബും ഇശായും ഒക്കെ നമസ്കരിച്ച് അല്പം വിശ്രമിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ ഒരു കാണപ്പെടുന്ന ഷെയ്ഖാൻ പ്രദേശത്ത്, ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത്. ഇവിടെ വെച്ചായിരുന്നു പ്രവാചകർ ആ സൈന്യത്തെ മൊത്തത്തിലൊന്ന് പുനഃപരിശോധിക്കുകയും കുറേ ആൾക്കാരെ ഒഴിവാക്കുകയും കുട്ടികളെയും പരിധിയൊക്കെ നോക്കിങ്ങാട്ട് മൊത്തത്തിൽ സൈന്യത്തെ ഒന്ന് നിയന്ത്രിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. 12ഓളം പേരെ പ്രായപരിധിയും മറ്റു കാരണങ്ങളും ഒക്കെയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ കൽപ്പിക്കുന്നതൊക്കെ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. ഒരുപാട് ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയായ സ്ഥലമാണിത്. ഓരോരോ ചരിത്രം എടുത്തു പറയാൻ നേരമില്ല. ഞാൻ ഈ പള്ളിയെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് ഇശാവും ഒക്കെ നമസ്കരിച്ചതിന് ശേഷം ഒരല്പനേരം രാത്രി ആ സൈന്യം അവിടെ തന്നെ വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുന്ന സമയത്ത് സൈന്യത്തിന് കാവലായി മുഹമ്മദ് ബിൻ മസ്ലമയുടെ നേതൃത്വത്തിൽ 50ഓളം ആളുകളെ പ്രത്യേകമായി കാവൽ നിർത്തിയതായെല്ലാം ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പ്രത്യേകമായ കാവൽ അവർ ഏർപ്പെടുത്തിയിരുന്നു. കാരണം ഏതൊരു ഭാഗത്തു നിന്നാണ് ശത്രുക്കൾ വരുന്നത് എന്ന് ഒരു പ്രത്യേകമായ ഒരു അറിവ് അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് പ്രഭാതത്തിന് മുന്നേ തന്നെ പ്രവാചകർ തൻ്റെ സൈന്യത്തെയും കൊണ്ട് അവിടെ നിന്നും അഷൗത്ത് എന്ന ഒരു ഭാഗത്തേക്ക് നീങ്ങുകയും, അഥവാ ഉഹുദ് മലക്കും ഈ ഷെയ്ഖാൻ പള്ളിക്കും ഇടയിലുള്ള മറ്റൊരു സ്ഥലമാണ് ഷൗത്ത്, അവിടേക്ക് നീങ്ങുകയും അവിടെ നിന്ന് പ്രഭാത നമസ്കാരം നമസ്കരിക്കുകയും പിന്നീട് ഉഹുദിലേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത്. ആ സ്ഥലത്ത് വെച്ചാണ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂലിൻ്റെ നേതൃത്വത്തിലുള്ള 300ഓളം പേര് സൈന്യത്തിൽ നിന്നും പിന്മാറുകയും അങ്ങനെ 700ഓളം വരുന്ന ഒരു സൈന്യവുമായാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടത്. അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഞ്ചിക്കുകയും അവരിൽ നിന്നും പിന്മാറി 300ഓളം അവൻ്റെ ആൾക്കാരായ 300ഓളം പേരെ ആ സൈന്യത്തിൽ നിന്നും പിൻവലിക്കുകയും ചെയ്ത ആ ദാരുണമായ സംഭവമൊക്കെ നടക്കുന്നത് ഇവിടെ നിന്നാണ്. ഏതായാലും ആ ഒരു മസ്ജിദ് ഷെയ്ഖാൻ എന്ന് പറയുന്ന ആ ഒരു പള്ളി നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആ സംഭവങ്ങളൊക്കെ ഉഹുദിൻ്റെ തലേന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്ന 12ഓളം പേരെ യുദ്ധത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാരണങ്ങളാൽ ഒഴിവാക്കുകയൊക്കെ ചെയ്ത ആ പ്രത്യേകമായ സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.